Good morning, ma'am. കുറച്ച് ദിവസമായല്ലേ നമ്മൾ Good morning, ma'am. ഓക്കെ. അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ഇനി ക്ലാസ്സും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്ത് പറ്റി നോക്കി, കുറച്ച് ദിവസം ലീവായിരുന്നു, 2-3 ദിവസം ലീവ് എടുത്തു. നമ്മൾ ക്ലാസ് അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നു എങ്കിലും കുഴപ്പമില്ല. ലോണ്ടറി സർവീസിന്റെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ദിവസമായല്ലോ നമ്മൾ ആ കണ്ടിന്യൂസ് പോകുന്നതിനേക്കാൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? ദെൻ ചാപ്റ്റർ ഒക്കെ വായിച്ചു എല്ലാവരും? വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അന്ന് എടുത്ത് നിർത്തിയത് അവിടെ തന്നെയാണ് ഇപ്പോഴും? വായിക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലെ, ഹോസ്പിറ്റലിലുള്ള ലോണ്ടറി സേവനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് ഒരു ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ഒന്നാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് ലിനൻസ് പലതരത്തിലും ഉണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു? യൂണിഫോമുകൾ ഉണ്ടാവാം, ലാബ് കോട്ട്സ്, പേഷ്യൻസിന്റെയും മറ്റും ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻസ്, സ്ക്രീൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലില് ലോണ്ടറി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ലോണ്ടറി സർവീസിൽ അല്ലെങ്കിൽ ആ ലിനറില് പലതരത്തിലുള്ള എന്താ പറയാ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡോ യൂറിനോ ഫേസസ് അങ്ങനെയുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലിനറിൽ വരുന്നത്. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ്സ് നോക്കിയായിരുന്നു. ദെൻ അതിന്റെ ലൊക്കേഷൻ അല്ലെ? മെയിൻലി ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ലൊക്കേഷൻ ഏത് ഫ്ലോറിലാണ് ലൊക്കേഷൻ വരുന്നത്? ഫ്ലോറിലാണ് വരുന്നത് ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ? അവിടെ അത്യാവശ്യം വെട്ടോ വെളിച്ചോ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. Then facilities and space requirement for laundry and linen service. എന്തൊക്കെയാണ് ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന് വേണ്ട ഫെസിലിറ്റികൾ അല്ലെ, സൗകര്യങ്ങള് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെ നമ്മൾ നോക്കി നിർത്തിയത്. കുറച്ച് ബേസിക് റിക്വയർമെന്റ്സ് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട റിക്വയർമെന്റ്സ് ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. പെട്ടെന്ന് വായിക്കാം കേട്ടോ. അവിടെ വരെ നമ്മൾ നിർത്തിയത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Facilities and space requirement for laundry and linen service. Okay, complete ചെയ്തോ? പോയിന്റ്സ് വായിച്ചോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനുള്ള ഈ ലോണ്ടറി സർവീസസിന്റെ ആവശ്യകത എന്താണ്? അങ്ങനെ ആവശ്യമുണ്ടോ? ഉണ്ടോ ആവശ്യം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി സർവീസ് വേണമോ അല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നോക്കാം കേട്ടോ, എങ്ങനെയാണ് നോക്കാം. ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് can increase patient experience and reduce danger of cross contamination. അല്ലെ? എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമവും അതുപോലെ തന്നെ എന്താണ് ഫലപ്രദവുമായിട്ടുള്ള ഒരു ലോണ്ടറി സേവനങ്ങൾ, ഈ അളക്ക സേവനങ്ങള് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെ ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ റെഡ്യൂസ് ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ അല്ലെ? അതായത് എന്താണ്? മലിനീകരണം കുറയ്ക്കാനും നമുക്ക് സഹായിക്കുന്നു അല്ലെ? മലിനീകരണങ്ങൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ അതായത് ഇൻഫെക്ഷൻ ഒക്കെ വരും. ഈ തുണിത്തരങ്ങളൊക്കെ അങ്ങനെ മാറ്റിയൊക്കെ ഇടുമ്പോൾ അതിൽ നിന്നും ഈ ഫ്ലൂയിഡ്സും ബ്ലഡും ഇതൊക്കെയുള്ള തുണിത്തരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മലിനീകരണങ്ങളെ ഒഴിവാക്കാനും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫെസിലിറ്റീസ് എടുത്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ?
ഇല്ല. ഓക്കെ ഓക്കെ, എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, ഞാൻ ആ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു എന്നുള്ളൊരു ഓർമ്മയിലായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, മീൻസ് ആഫ്റ്റർനൂൺ ബാച്ചിന് അത് കംപ്ലീറ്റ് ആയിരുന്നേ. ഓക്കെ, അപ്പൊ ഒന്ന് ഫെസിലിറ്റീസിലേക്ക് പോവാട്ടോ. അത് ഞാൻ ഞാനത് എടുത്തുകൊണ്ടാണ് നിങ്ങളോട് ഡൗട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു അല്ലെ? ഓക്കെ, ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നോക്കാം, അപ്പൊ നമുക്ക് ഫെസിലിറ്റീസ് എടുക്കാം കേട്ടോ. ഒരു ക്ലാസ്സിൽ ആഫ്റ്റർനൂൺ ക്ലാസ് എടുത്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ എടുത്തെന്ന് വിചാരിച്ചിട്ടാണ് അത് വായിക്കാൻ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എന്തൊക്കെയാണ് ഒരു ഫെസിലിറ്റീസ്? ഒരു ലോണ്ടറി, ഓക്കെ ഓക്കെ, ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. ഒന്നാമത്തെ പോയിന്റ്, ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അണുവിമുക്തമാക്കിയ ഒരു ഏരിയ, നമ്മൾ എന്തെങ്കിലും ഡെറ്റോൾസും മറ്റും തളിച്ചിട്ടുള്ള ഒരു ഏരിയ. സ്ലൂയിസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ്. സ്ലൂയിസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലൂയിസിംഗ് എന്ന് വെച്ചാൽ കഴുകുക, തുണിത്തരങ്ങൾ കഴുകില്ലേ, അലക്കുക എന്നുള്ളൊരു മീനിങ്. ഡിസ്ഇൻഫെക്ടിങ്, അണുവിമുക്തമാക്കുക. ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്. അതായത് കഴുകാനായിട്ടും മലിനീകരണങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഏരിയ, ഒരു സ്പേസ്, തുണികൾ അലക്കാനും നമുക്ക് ഡിസ്ഇൻഫെക്ടിങ് ആക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം എന്ന്, ഒരു ഏരിയ. ഇതാണ് ഫസ്റ്റ് പോയിന്റില. സെക്കൻഡ് വൺ, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോളിഡ് ലിനൻ. അല്ലെ? നോക്കിയേ, ഈ വാഷർ ലോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ, ഒരു ഏരിയ ഉണ്ടായിരിക്കണം സൗകര്യങ്ങളോട് കൂടി. എന്തിനെല്ലാം? റിസീവിംഗ്, തുണികൾ നമ്മൾ സ്വീകരിക്കാനും അത് സ്റ്റോർട്ടിങ് ചെയ്യാനും. മീൻസ് സ്റ്റോർട്ടിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അത് സ്വീകരിക്കാനും അത് സോർട്ട് ചെയ്യാം. സ്റ്റോർട്ടിങ്ങും സോർട്ടിങ്ങും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് സോർട്ടിങ് എന്ന് പറയും കേട്ടോ, സ്റ്റോർട്ടിങ്. ഓക്കെ, തുണിത്തരങ്ങൾ നമ്മൾ സ്വീകരിച്ചു, ദെൻ അത് തരംതിരിക്കുക. സോർട്ടിങ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ദെൻ തരംതിരിക്കാനും, അതുപോലെ തന്നെ വാഷർ ലോഡിംഗ് ഓഫ് സോളിഡ് ലിനൻ. വാഷിംഗ് മെഷീനിലെ വാഷർ ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വാഷിംഗ് മെഷീനിലേക്ക് ഈ തുണിത്തരങ്ങൾ നമ്മൾ ഇടാനും അങ്ങനെയുള്ള ഒരു സ്പേസസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഏരിയ ഫെസിലിറ്റീസ്. ഏരിയ ഫെസിലിറ്റീസിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം? നമ്മൾ തുണിത്തരങ്ങള് സ്വീകരിക്കാനും അതുപോലെ തന്നെ എന്താണ്, അത് തുണിത്തരങ്ങൾ നമ്മളിപ്പോ വൈറ്റും അങ്ങനെ മാറ്റി എടുക്കുന്നില്ലേ, ഡ്രസ് ഐറ്റംസുകൾ അല്ലെ? ഇപ്പൊ നമ്മള് എന്താണ് സ്റ്റോറിംഗ് എന്ന് വെച്ചാൽ സൂക്ഷിക്കാന്നുള്ളൊരു മീനിങ് ആണ്. കീപ്പ് ചെയ്യാന്ന് പറയില്ലേ? സ്റ്റോറിങ്, സോർട്ടിങ് വേർതിരിക്കുക. സ്റ്റോറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്, സ്വീകരിച്ചിട്ടുള്ള തുണിത്തരങ്ങൾ സൂക്ഷിക്കുക. അത് നമ്മൾ ഈ വൃത്തിയാക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. സോ സ്വീകരിക്കണം, റിസീവിങ് ചെയ്യണം, സ്റ്റോറിംഗ് ചെയ്യാം, സൂക്ഷിക്കണം. ദെൻ സോർട്ടിങ്, വേർതിരിക്കാനും. ദെൻ വാഷർ ലോഡിംഗ് ഓഫ് സോളിഡ് ലിനൻ, കറയുള്ള ഡ്രസ്സുകൾ നമ്മൾ വാഷിംഗ് മെഷീനിലോട്ട് ഇടാൻ, അതായത് ഒരു വാഷിംഗ് മെഷീനെ വെക്കാനൊക്കെയുള്ള ഒരു സൗകര്യം, ഫെസിലിറ്റി, ഏരിയ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. അല്ലെ? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റീം, ആവശ്യത്തിനാണ് നമ്മൾ നീരാവി എന്ന് പറഞ്ഞില്ലേ, ചില തുണിത്തരങ്ങളൊക്കെ സ്റ്റീം ചെയ്യും, കറയൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അലക്കാറൊക്കെ പറയില്ലേ, സ്റ്റീം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പവർ, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുന്നിടത്ത് തന്നെ ഈ പൈപ്പ് ഫെസിലിറ്റിയും പ്ലഗും എല്ലാം ഉണ്ടായിരിക്കണ്ടേ, സ്വിച്ച് ബോർഡും എല്ലാം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൗകര്യം ഫെസിലിറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അവിടെയും എന്ത് വേണം? വാട്ടർ സപ്ലൈ വേണം, സ്റ്റീം ഉണ്ടായിരിക്കണം, അതിനാവശ്യമായിട്ടുള്ള പവർ ഉണ്ടായിരിക്കണം. ദെൻ നാലാമത്തെ പോയിന്റ്, ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. അല്ലെ? ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, വൃത്തിയുള്ള മീൻസ് തുണിത്തരങ്ങൾ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. ഒരു നമ്മൾ ഈ അടക്കി കഴിഞ്ഞ തുണിത്തരങ്ങൾ മടക്കി വെക്കാനൊക്കെ ആയിട്ട് അതിനോട് ചേർന്നിട്ടുള്ള ഒരു റൂമും കൂടി ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റാഫ് ഫെസിലിറ്റീസ്, ഈ ലോണ്ടറി സർവീസിൽ അത്യാവശ്യം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഒരു സ്റ്റാഫൊക്കെ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അറിയാലോ, ഒത്തിരി തുണിത്തരങ്ങൾ ഉണ്ടാവും. ഈ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും ലാപ്ടോപ്പും തുടങ്ങിയ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാകും അല്ലെ? സോ അതിനാവശ്യമുള്ള സ്റ്റാഫിംഗും ഉണ്ടായിരിക്കണം. Then area for ironing, then sewing and mending and clothes drying area. അപ്പൊ അലക്കി കഴിഞ്ഞു, നമ്മൾ ഒരു സെറ്റ് നമ്മൾ പറഞ്ഞു, റിസീവ് ചെയ്തു, അത് സ്റ്റോർ ചെയ്തു, സോർട്ട് ചെയ്തു, വാഷിംഗ് മെഷീൻസിൽ അലക്കി കഴിഞ്ഞു.
Then area for ironing, iron ചെയ്യാനായിട്ട് അല്ലെ, iron ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് sewing means തയ്യലില്ലേ, എന്തെങ്കിലും ഇപ്പൊ പിന്നലുകളോ തുണിക്ക് എന്തെങ്കിലും ഡാമേജസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തുന്നാനും പിടിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം. Then mending, mending എന്ന് വെച്ചാൽ എന്താണ്, നന്നാക്കുക, ഡാമേജ് ആയിട്ടുള്ള തുണികളൊക്കെ മാറ്റി നല്ലത് മീൻസ് പുതിയ എന്തെങ്കിലും ചേർക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ആയത് കളഞ്ഞിട്ട് പുതിയൊരു മെൻഡിങ് എന്ന് വെച്ചാല് തുന്നുക എന്നൊക്കെയുള്ള മീനിങ് ആണ്, മീൻസ് നന്നാക്കല്, ശരിയാക്കുക, റിപ്പയർ ചെയ്യുക. ആൻഡ് ക്ലോത്ത് ഡ്രൈയിങ് ഏരിയ, തുണികൾ ഉണക്കാനായിട്ടുള്ള ഒരു ഏരിയയും ഉണ്ടായിരിക്കണം. നമ്മൾ തുണി അലക്കി കഴിയുമ്പോൾ ഉണക്കാനുള്ള നമ്മൾ അഴയൊക്കെ കിട്ടി തുണിയൊക്കെ വിരിക്കില്ലേ, അതുപോലെ തന്നെ അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. തുണി അലക്കി ഉണക്കിയെടുക്കണ്ടേ നമ്മള്, അപ്പൊ അതിനുള്ളൊരു ഡ്രൈയിങ് ഏരിയയും ഉണ്ടായിരിക്കണം. Then 7th point, solution preparation and storage room. Solution preparation എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം പരിഹാരം എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. സൊല്യൂഷൻ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഈ തുണിത്തരങ്ങളും മറ്റും അലക്കി വൃത്തിയാക്കിയിട്ട് അതിനുള്ളൊരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം എന്ന്. വൃത്തിയാക്കിയിട്ട് അലക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ലോണ്ടറി എന്ന് പറയുമ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരു ചെറിയൊരു സ്പേസ് എല്ലാം ഉദ്ദേശിക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫെസിലിറ്റികൾ എല്ലാം ഉണ്ടായിരിക്കണം. ഡ്രൈയിങ് ചെയ്യാനും തുണി അലക്കാനും മടക്കാനും ദെൻ ഡിസ്ഇൻഫെക്ടിങ് ചെയ്യാനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഏരിയ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. അപ്പൊ സൊല്യൂഷൻ പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് പരിഹാരം മീൻസ് നമ്മളൊരു ഡ്രസ് തുണിത്തരങ്ങളൊക്കെ അലക്കി കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. ദെൻ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്, ഓക്കെ. ഹാൻഡ് വാഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് കൈകള് കഴുകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റികളൊക്കെ ഇല്ലേ, നമ്മള് ഓൾറെഡി കൈകള് മീൻസ് നമ്മൾ ശുചിത്വമായിട്ട് നമ്മൾ അലക്കി കഴിയുമ്പോഴും കൈയൊക്കെ ഒന്ന് കഴുകും അല്ലെ, കഴുകാറുണ്ടോ? ഹാൻഡ് വാഷിംഗ് മീൻസ് ഈ ഡിസ്ഇൻഫെക്ടിങ്ങും നമ്മൾ ഈ തുണിത്തരങ്ങളൊക്കെ അലക്കി കഴിയുമ്പോഴേ നമ്മൾ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ. നമ്മൾ വീട്ടിലെ തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ട് കൈ സോപ്പിട്ട് ഓൾറെഡി നമ്മള് കൈ അലക്കി കഴിഞ്ഞപ്പോ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര എല്ലാവരും വാഷിംഗ് മെഷീനിൽ തന്നെയായിട്ട് അലക്കുന്നത്. എങ്കിലും നമ്മൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് അല്ലെ, നമ്മളുടെ ഇപ്പൊ നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ മെഷീനിൽ മാത്രമില്ലാതെ പുറത്ത് അലക്കുന്നവരുണ്ടാകും ഇല്ലേ. ഇപ്പൊ കൂടുതലും എളുപ്പമായതുകൊണ്ട് മെഷീനിൽ തന്നെയായിരിക്കും വാഷിംഗ് മെഷീൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ, ആണോ? എല്ലാവരും വാഷിംഗ് മെഷീൻ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? പുറത്തിട്ട ഡ്രസ്സുകൾ ഇപ്പൊ നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്ത് അല്ലേ, മീൻസ് അലക്കാറുണ്ട്. രണ്ടും ചെയ്യും, മെഷീനിലിടും അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മീൻസ് നല്ല ഡ്രസ്സുകൾ ഇപ്പൊ വൈറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ കൈ കൊണ്ടൊക്കെ വാഷ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ അലക്കി കഴിയുമ്പോഴേ ഈ സോപ്പ് പൊടി ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് അതിനുള്ള ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ് അല്ലെ. അപ്പൊ ഈ മെറ്റീരിയൽസിനെല്ലാം നമ്മൾ അക്കോമഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സുരക്ഷിതമായിട്ടുള്ളൊരു സ്റ്റോറിനും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടായിരിക്കണം എന്ന്. അതായത് ഈ തുണികളൊക്കെ നമ്മൾ മടക്കി സെറ്റ് ചെയ്ത് ഒരു സ്റ്റോർ റൂമിൽ വെക്കുന്ന പറഞ്ഞില്ലേ, ആ സ്റ്റോർ റൂമിൽ ഒരു ലോക്ക് ഉണ്ടായിരിക്കണം എന്ന്. അതായത് തുണിത്തരങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ നിന്നും തുണികളൊക്കെ ചിലപ്പോ മോഷണമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ബെഡ്ഷീറ്റുകളും നല്ല കവറുകളും കാര്യങ്ങളൊക്കെ ഇരിക്കില്ലേ. സോ അത് അങ്ങനെ വേറെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ലോക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റോർ റൂമിന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടായിരിക്കണം. Then 10th one, clean linen issuing counter അല്ലെ. ലിനൻ സപ്ലൈ നമ്മൾ തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ട് അത് സപ്ലൈ ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. തുണികൾ അലക്കി മടക്കി തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകും അല്ലെ, അപ്പൊ ആ വെച്ചിട്ടിരിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. Then storage place for cleaning agents storing clean linen etc. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ഏജന്റുകൾക്കുള്ള ഒരു സംഭരണ സ്ഥലം, ക്ലീനിങ്ങിനുള്ളൊരു സംഭരണ സ്ഥലം ഉണ്ടായിരിക്കണം. സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ, വൃത്തിയുള്ള തുണികൾ വെക്കാനായിട്ടും മറ്റുമുള്ളൊരു സ്റ്റോറിംഗ് റൂം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ ഈ വീണ്ടും പറയുന്നത്. ക്ലീനിങ് ഏജന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ക്ലീനിങ് ഏജൻസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും?
നമ്മളിപ്പോ ഇതുപോലെ എന്തെങ്കിലും എന്താണ് സോപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ സൊല്യൂഷൻ സോപ്പ് ലായനി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ മെറ്റീരിയൽ കഴുകാനും സോപ്പ് പൗഡറോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഏജൻസുകൾ അതുപോലെ തന്നെ എന്താണ് ക്ലീൻ സുരക്ഷിതമായിട്ടുള്ള തുണികൾ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറിങ്ങും ഉണ്ടായിരിക്കണം. ഓക്കെ, then enough space for heavy equipment like washing machines, juicer, etc. വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ സ്ക്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ നമ്മള് തുണികൾ പിഴിഞ്ഞു വരുന്നതില്ലേ ഡ്രയറില്, അതുപോലെ തന്നെയുള്ളതാണ് സ്ക്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ സ്ക്യൂസർ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. Then desk, counters and cabinets to store files and registers. അപ്പോ അതുപോലെ തന്നെ ഡെസ്ക് ഉണ്ടായിരിക്കണം, പിന്നെ ഓരോ ചെറിയ കൗണ്ടറുകൾ പോലെ ഉണ്ടായിരിക്കണം. അതായത് ഒരു ടേബിളും ഒരു ചെയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൗണ്ടർ ക്യാബിനറ്റ്സ് പോലെ ഉണ്ടായിരിക്കണം. ടു സ്റ്റോർ ഫയൽസ് ആൻഡ് രജിസ്റ്റർ അല്ലെ, അതായത് ഫയലുകളും രജിസ്റ്ററുകളും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഡെസ്കും കൗണ്ടറും ക്യാബിനറ്റ്സ് പോലെ ഉണ്ടായിരിക്കണം. ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആ ഫയലിൽ എന്തൊക്കെയായിരിക്കും അപ്പോൾ ഉൾക്കൊള്ളുന്നത്? ലോണ്ടറി സർവീസിലെ കാര്യങ്ങൾ ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പൊ എത്ര തരം തുണിത്തരങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്, ആ ഡേറ്റ്, ആ ടൈം, എപ്പോഴാണ് നമ്മൾ തിരിച്ചേറ്റിരുന്നത്, അതൊക്കെ കൃത്യമായിട്ട് സ്റ്റോക്ക്, തുണിത്തരങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാകും. അതുപോലെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങൾ ഏതൊക്കെയാണ്, ദെൻ നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ തുണികൾ നൽകിയ ആ റെക്കോർഡുകളും കാര്യങ്ങളാണ് അവരുടെ ആ ഒരു ഫയലിലും രജിസ്റ്ററിലും എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഡെസ്ക് വേണം, കൗണ്ടേഴ്സും ക്യാബിനറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഒരു ലോണ്ടറി സർവീസിന് വേണ്ട ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. നമുക്കൊരു അലക്കും നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ ഇത്രയും ഫെസിലിറ്റികളുടെ ആവശ്യമൊന്നും ഇല്ല അല്ലെ. ഇത്രയും ഫെസിലിറ്റിയുടെ ആവശ്യമുണ്ടോ വീട്ടിലാണെങ്കിൽ? ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത്രയും തുണിത്തരങ്ങൾ വരുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒത്തിരി തുണിത്തരങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളും അവിടെ ആവശ്യമാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടെ വായിക്കാം കേട്ടോ. ആദ്യം ഞാൻ വായിപ്പിച്ചു എങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. പോയിന്റ് ആണ്, ഇതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നും ഇല്ല, സിമ്പിൾ അല്ലേ. ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി നിങ്ങള്. തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്, അത്യാവശ്യം ഒന്നോ രണ്ടോ വായിച്ചവർക്കാണെങ്കിൽ ഓപ്ഷൻ ആണ് ഷുവർ ആയിട്ട് അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത്യാവശ്യം വീട്ടിൽ അലക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അറിവുണ്ടാകും അല്ലെ. ഇതൊക്കെ നമ്മള് ഡെയിലി ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അലക്കല് ഉണ്ടോ? ഓക്കെ, ഓക്കെ, പെട്ടെന്ന് വായിക്കാം പോയിന്റ്സ് ഒന്ന് അർത്ഥം മനസ്സിലാക്കി വായിക്കാം.
7th point ആണോ ചോദിച്ചത് സൊല്യൂഷന്റെ? ഓക്കെ ഓക്കെ. ഓക്കെ 7th പോയിന്റില് സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം അല്ലെ. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് സോപ്പ് ഡിറ്റർജന്റ് തന്നെ ആയിരിക്കും കേട്ടോ. സൊല്യൂഷനെ നമ്മൾ രണ്ട് മീനിങ് ആണല്ലോ, ചില വേർഡ്സിന് രണ്ട് മീനിങ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ സോപ്പ് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പരിഹാരം എന്താണോ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, പരിഹാരം നമ്മൾ സൊല്യൂഷനെ രണ്ടിനും മീൻസ് രണ്ട് മീനിങ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ മീനിങ് നമുക്ക് എടുക്കാം. അപ്പൊ സൊല്യൂഷൻ ഇവിടെ നമ്മൾ ഡിറ്റർജന്റിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൊല്യൂഷൻ എന്നുള്ളത് ലൈനി എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, ഡബിൾ മീനിങ് ഉണ്ടല്ലോ. ഓക്കെ, ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെ ഒരു ലോണ്ടറി സർവീസ് കൊണ്ടുള്ള ആവശ്യകത, അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കാം. An efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination അല്ലെ. നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മലിനീകരണത്തിന് തടയാനും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസിന് കഴിയുന്നു. It is necessary to have clean and hygienic laundry which would ensure a safe environment for patients and prevent the spread of infections. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? It is necessary to have clean and hygienic laundry. ഒരു വൃത്തിയുള്ളതും ശുചിത്വവുമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് അത്യാവശ്യമാണ് അല്ലെ, നെസസറി ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഒരു വൃത്തിയുള്ളതും അല്ലെങ്കിൽ ശുചിത്വമുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളതാണ്. Which would ensure safe environment for patients and prevent the spread of infections. അല്ലെ, സോ ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സർവീസ്, അതായത് വൃത്തിയുള്ളതും ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് പേഷ്യൻസിന്റെ എൻവയോൺമെന്റിനെ സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും, അതായത് ഈ രോഗങ്ങൾ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസുകൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് അണുബാധ പകർച്ചവ്യാധികൾ എന്ന് വരില്ലേ ഈ അണുക്കളിൽ നിന്നും. സോ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ അണുബാധ സ്പ്രെഡ് ചെയ്യുന്നതിന് തടയാനും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഒരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഒരു ഹോസ്പിറ്റലിന് നെസസറി ആണ് ശുചിത്വമുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന് അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. ഇനി does it helps in ഏതൊക്കെ രീതിയിൽ നമ്മൾ ഒരു ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഒന്ന് 4 പോയിന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേട്ടോ. 4 പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ, പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ട്രാൻസ്മിഷൻ മീനിങ് എന്താ? ട്രാൻസ്മിഷൻ എന്താ മലയാളത്തിൽ പറയാം? ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. പകർന്നു കൊടുക്കുക. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നു അല്ലെ. തുണിത്തരങ്ങൾ അവർ കൃത്യമായിട്ടും അവര് എന്താണ് സോർട്ട് ചെയ്തൊക്കെ മാറ്റുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻഫെക്ഷൻ ഉള്ളതും ഇല്ലാത്തവയൊക്കെ മാറ്റിയിട്ടാണ് അവര് ലോണ്ടറി സർവീസസ് ചെയ്യുന്നത്. അല്ലാതെ ടോട്ടലി എല്ലാം കൂടി കൊണ്ടുപോയിട്ട് യൂണിഫോമും അല്ലെങ്കിൽ എന്താ ഈ ബ്ലഡ് ഒക്കെ ഉള്ളതും അല്ലെങ്കിൽ കറയുള്ളതും എല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും ഇറക്കുന്നത്. പകരം അത് സോർട്ട് ചെയ്ത് ഓരോ പ്രോസസ് ആയിട്ടാണ് അവര് തുണിത്തരങ്ങള് ഹൈജീനിക്കോട് കൂടിയിട്ട് അല്ലെ അത്രയും സുരക്ഷിതമായിട്ട് തന്നെയാണ് ഈ തുണിത്തരങ്ങള് വൃത്തിയാക്കി നമുക്ക് നൽകുന്നത്. സോ പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസിനെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യുന്നു. Then patients comfort and satisfaction. പേഷ്യൻസിന്റെ കംഫോർട്ടും അതുപോലെ തന്നെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷനും നൽകുന്നു. Then aesthetic value എന്ന് വെച്ചാൽ എന്താണ്?
aesthetic value. And the aesthetic means aesthetic. Aesthetic. ഒരു മൂല്യം കൊടുക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. എസ്തെറ്റിക് എന്ന് വെച്ചാല് സൗന്ദര്യാത്മക മൂല്യം, അതായത് വാല്യൂ, നമുക്കൊരു മൂല്യം ലഭിക്കുന്നു. കാരണം നമുക്ക് അത്രയും ഹൈജീനിക് ഒരു കാര്യമാണ് നമുക്ക് ചെയ്തു തരുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഒരു എസ്തെറ്റിക്, അതൊരു മൂല്യമാണെന്ന്. എസ്തെറ്റിക് വാല്യൂ എന്ന് വെച്ചാൽ സൗന്ദര്യാത്മക മൂല്യം. ജസ്റ്റ് വാല്യൂവിനെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നതാണ്. ഓക്കെ, എസ്തെറ്റിക് വാല്യൂ. ദെൻ പോസിറ്റീവ് പബ്ലിക് ഇമേജ്, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് മീൻസ് ഒരു പൊതുവായിട്ടുള്ള നമുക്കൊരു പബ്ലിക് ഇമേജ് കിട്ടും, അല്ലെ? കാരണം നല്ല രീതിയിലുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് ഒക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു പബ്ലിക് ഇമേജ്, ഹോസ്പിറ്റലിനും നല്ലൊരു പബ്ലിക് ഇമേജ് കിട്ടും, അല്ലെ? അപ്പൊ 4 പോയിന്റ്സ് ആണ് പറയുന്നത്. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഒന്ന് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് എല്ലാവരും ഇൻ കേസ് എന്തൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഈ 4 പോയിന്റ് നമുക്ക് ആൻസർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, മാർക്ക് ചെയ്തോ? ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ, പേഷ്യന്റ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, എസ്തെറ്റിക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യാത്മക മൂല്യം. അതായത് നമ്മുടെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വ്യക്തിഗത മൂല്യം എന്നല്ല, എസ്തെറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം മീൻസ് പ്രോപ്പർ മലയാളം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു ടേം അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, വേറെ കൺഫ്യൂഷനിലേക്ക് ഒന്നും പോകണ്ട. എസ്തെറ്റിക് വാല്യൂ ഒരു മൂല്യമാണെന്ന്. ഓക്കെ, അത്രയും മതി. നമ്മൾ കൂടുതലായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ആയി പോകും അവസാനം. ഓക്കെ, ജസ്റ്റ് 4 പോയിന്റ് അതുപോലെ തന്നെ പഠിച്ചോളൂ. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന 4 പോയിന്റ്. ഇൻ കേസ് ചോദിച്ചാലോ നമ്മളെല്ലാം മുൻകൂട്ടി പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് മാത്രം എക്സാമിന് വരുവുള്ളൂ എന്ന് വിചാരിച്ച് പഠിക്കരുത്. ഇതിനാലാണ് എപ്പോഴും ഞാൻ പറയാറില്ല, നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ചില പോയിന്റ്സുകൾ ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു ടഫ് ചാപ്റ്റർ എടുക്കുമ്പോഴും ചില പോയിന്റ്സുകൾ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും, മനസ്സിലായിട്ട് അതങ്ങനെ സ്കിപ്പ് ചെയ്യും. ഇത് ചോദിക്കില്ലായിരിക്കും, നമ്മുടെ മനസ്സിൽ വരും, അല്ലെ? പക്ഷെ നമ്മൾ എവിടെയാണോ സ്കിപ്പ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോ നമ്മൾ വിട്ട് കളഞ്ഞ ഭാഗം തന്നെയായിരിക്കും. ഇത് നോർമൽ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഈ എക്സാമിന് മാത്രമല്ല കേട്ടോ, ഏതൊരു എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ആണോ? നമ്മൾ ഏതാണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മളത് പഠിക്കില്ല, നമ്മളത് സ്കിപ്പ് ചെയ്യും. ചെയ്യാറില്ല അങ്ങനെ? ആരും ചെയ്യാറില്ല. എല്ലാവരും ഫുൾ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്, നമുക്കത് പറ്റണില്ല, പഠിച്ചിട്ട് ചിലപ്പോൾ കിട്ടാനായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ സ്കിപ്പ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വരാം. ഭാഗങ്ങൾ വന്നാലും അത് ഒരു പഠിച്ചില്ലെങ്കിലും ഒരു 5 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. അതിന് 5 പ്രാവശ്യത്തെ വായന മാത്രം മതി നിങ്ങൾക്ക് എക്സാമിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാം. ഒന്നും വായിക്കാത്ത ഒരാളാണെങ്കിൽ വെറുതെ കറക്കി കുത്താന്ന് വിചാരിച്ചാൽ അത് ആൻസർ തെറ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള പോർഷൻസുകൾ വരുമ്പോ എന്ത് ചെയ്യാം, അത്യാവശ്യം ഒരു 5 പ്രാവശ്യമെങ്കിലും വായിക്കാം. ഷുവർ ആയിട്ട് ഞാൻ പറയാണ്, അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻസ് കാണുമ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 4 പോയിന്റ് പഠിച്ചു വയ്ക്കാം. എല്ലാ ചാപ്റ്ററും ഇതുപോലെ ഭയങ്കര സിമ്പിൾ ഒന്നും അല്ലല്ലോ. ചില ചാപ്റ്ററുകൾ പോയിന്റ് വൈസ് ചെയ്യുക, അല്ലെ? നമ്മൾ മോണിറ്ററിംഗ് ഇംപ്രൂവ്മെന്റ് ഒക്കെ അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വായിക്കുക. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ബൈ ഹാർട്ട് ചെയ്യുന്നതിൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കി വായിക്കുന്നതായിരിക്കും. കാരണം നമ്മളുടെ മനസ്സിൽ അത് എപ്പോഴും തങ്ങി നിൽക്കും ആ ഒരു മീനിങ്. എസ് ഒന്നും എഴുതാനില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും. ഓക്കെ, പറഞ്ഞോട്ട് എക്സാമിനൊക്കെ തയ്യാറെടുക്കണമല്ലേ നമുക്ക്. ഓക്കെ, ദെൻ അപ്പോ 4 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നത്. 4 പോയിന്റും കൃത്യമായിട്ട് സിമ്പിൾ ആണ്, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ദെൻ അടുത്തത് നോക്കാം, പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലേറ്റ്സ് ഓൺ. ഇങ്ങനെയൊക്കെയാണ് ഒരു ലോണ്ടറി സർവീസസിന്റെ ഹോസ്പിറ്റലിലെ ലിനൻ ലോണ്ടറി സർവീസസിന്റെ പ്ലാനിങ് ഇങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. നോക്കാം, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ സൈസ്, അല്ലെ? ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചുകൊണ്ട് സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റല്? അതായത് 100 ബെഡ് 100 ബെഡ് ഒക്കെ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു 300 അങ്ങനെ ഓരോ ലെവല് ഹോസ്പിറ്റലിന്റെ സൈസുകൾ. ദെൻ അടുത്തത് നിങ്ങളുടെ പോയിന്റില് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കിങ് എന്നാണോ, KING എന്നാണോ PDF ല്? കൈൻഡ് എന്നാണ്. ഓക്കെ,
PDF-ലെ പഴയ PDF-ൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കൈൻഡ് എന്നല്ലേ? ഓക്കെ, കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ? കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിന്റെ തരങ്ങൾ, അതായത് പലതരത്തിലുള്ള ഡിഫറെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ തരങ്ങൾ എന്തൊക്കെയാണ് ഈ കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ? എക്സാമ്പിൾ ഒന്ന് പറയാമോ? ഏതൊക്കെയാണ് ഈ കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? കൈൻഡ്സ് ഓഫ് മൾട്ടി, then പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? കൈൻഡ്സ് ഹോസ്പൈസ് ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അല്ലെ? ഹോസ്പൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പൈസ് അതായത് നമ്മള് പറയാറില്ലേ പാലിയേറ്റീവ് കെയറുകള് ഇല്ലേ, അങ്ങനെയുള്ള ഹോസ്പൈസുകള്. പാലിയേറ്റീവ് കെയറുകളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിനിക്കുകള്, ചെറിയ ചെറിയ ക്ലിനിക്കുകള്, നഴ്സിംഗ് ഹോംസ് എന്ന് പറയും, ഡിസ്പെൻസറികള്. പിന്നെ എന്തൊക്കെയാണ്? ഇതുപോലെ തന്നെ ബർത്ത് സെന്റേഴ്സ് മാത്രം അല്ലെ? അതായത് ബർത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഹോസ്പിറ്റലുകളില്ലേ? പ്രഗ്നൻസി ആ ഒരു കെയറിന് ബർത്തിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ ടീച്ചിങ് ഹോസ്പിറ്റലുകൾ അല്ലെ? അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ഒത്തിരി കൈൻഡ്സ് ഉണ്ട്. ഓക്കെ, അതാണ് കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റില് ലേബറിന് വേണ്ടിയിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, ബർത്തിന് വേണ്ടിയിട്ടുള്ള ബർത്ത് സെന്റേഴ്സ് എന്ന് പറയും നമ്മള്. ബ്രാക്കറ്റിലൊന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇത് നാളെ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് അറിയാൻ പറ്റില്ല, അപ്പൊ ഒന്ന് എഴുതി വെച്ചേക്കും ബ്രാക്കറ്റിൽ. അപ്പൊ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾ എഴുതി എടുത്താൽ മതി. അപ്പൊ നമുക്ക് പിന്നീട് അത് ഡൗട്ട് വരില്ല. ആ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ അത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആവും. കൈൻഡ്സ് ഓഫ് ഹോസ്പിറ്റൽ ഏതെങ്കിലും 2 എഴുതിക്കോളൂ. ക്ലിനിക്ക്, ഹോസ്പൈസ്, ബർത്ത് സെന്റേഴ്സ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതി വെക്കുക കേട്ടോ സൈഡില്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കി. അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിൻ ഏരിയാസ്. അഡ്ജോയിനിങ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? അഡ്ജോയിനിങ്, അഡ്ജോയിനിങ്, അഡ്ജോയിൻ കേട്ടിട്ടുണ്ടോ? മീൻസ് സമീപ പ്രദേശങ്ങള്, അടുത്തുള്ള ഒരു മീനിങ് ആണ്. ജോയിൻ എന്ന് വെച്ചാൽ അടുത്ത് കുടിച്ചിരുന്നത് അല്ലെ? അടുത്തുള്ള സമീപ പ്രദേശങ്ങൾ. അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സർവീസുകളുടെ ഒരു ലഭ്യത, അടുത്ത ലഭ്യതകൾ ഉണ്ടോ? Then weather conditions, ക്ലൈമറ്റിന്റെ കണ്ടീഷൻസുകള്. ടൈപ്പ് ഓഫ് ക്ലൈൻഡിൽസ്, ക്ലൈൻഡിൽ മീൻസ് അതായത് ഉപഭോക്താക്കളുടെ ഒരു തരം, അതായത് പല ഡിഫറെന്റ് ഉപഭോക്താക്കൾ ഉണ്ടാവും. ഇപ്പൊ പേഷ്യൻസ് ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ? തുണിത്തരങ്ങൾ പേഷ്യൻസിന്റെ മാത്രമായിരിക്കോ? ആണോ? പേഷ്യൻസിന്റെ തുണിത്തരങ്ങൾ മാത്രമാണോ ലോണ്ടറി സർവീസിൽ കൊടുക്കുന്നത് ഹോസ്പിറ്റല്? അല്ലല്ലോ. വേറെ എന്തൊക്കെയുണ്ട്? നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞു പേഷ്യൻസിന്റെ ഉണ്ടാകും. പിന്നെ എന്തൊക്കെ ഉണ്ടാകും? ലോണ്ടറി എന്ന് പറയുന്നത് ആരുടെയൊക്കെയാണ് ലിനൻസ് കൊടുക്കുന്നത്? ഡോക്ടേഴ്സിന്റെ ഉണ്ടാകും, സ്റ്റാഫുകളുടെ ഉണ്ടാകും അല്ലെ? അവരുടെ ലാബ് കോട്ടുകള്, ദെൻ വർക്കിംഗ് മറ്റു നഴ്സസിന്റെയും മറ്റു ഡ്രസ്സുകള്, അപ്രോൺസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലൈൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഒരു പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിൽ പറയുന്നത്. Size of hospital, kind of hospital, availability of linen and laundry services in adjoining areas, weather conditions, type of climate. Third point എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സമീപ പ്രദേശങ്ങളിൽ ഔട്ട്സോഴ്സ് കൊടുക്കില്ലേ? അതായത് നമ്മളെ ലിനൻ സർവീസ്, ലോണ്ടറി സർവീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ ലോണ്ടറി സേവനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സോഴ്സും കൊടുക്കും, പുറമേ കൊടുക്കും. അതായത് നമ്മളൊരു എന്താ പറയാ കൊട്ടേഷൻ ഒക്കെ വെച്ചിട്ട്, കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ട് കൊടുക്കില്ലേ? ഇത്ര തുണിത്തരങ്ങൾ നമ്മൾ പുറമേ കൊടുക്കാന്ന്, മനസ്സിലായോ? അതായത് ഔട്ട്സോഴ്സ്, പുറമേയുള്ള അലക്ക് സേവനങ്ങൾ. ഇപ്പൊ അങ്ങനെയുള്ള കുറെ സർവീസുകളൊക്കെ അവൈലബിൾ ആണല്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ? ചെറിയ ഷോപ്പുകളൊക്കെ ലോണ്ടറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ് സെന്റേഴ്സ്, അങ്ങനെ ഔട്ട്സോഴ്സ് സേവനങ്ങൾ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോ ലോണ്ടറി സർവീസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകൾ പുറത്ത് ഔട്ട്സോഴ്സിലോട്ടും കൊടുക്കും അവര്. ഓക്കെ, അവരുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഏജൻസിനെ അവരെ ഏൽപ്പിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അവൈലബിലിറ്റി, അടുത്ത ലഭ്യത ഉണ്ടോന്ന്. ഓക്കെ, ലോണ്ടറിക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോന്ന് അവർ നോക്കുന്നു. ചുറ്റുവട്ടത്ത് ഏതെങ്കിലും
ഇതുപോലെ ലോണ്ടറി സർവീസസ്. ഇപ്പൊ നമ്മൾ അലക്കാൻ തേക്കലൊക്കെ ഇരിക്കോ, മീൻസ് നമ്മൾ അയൺ ചെയ്യാനൊക്കെ പുറത്ത് കൊടുക്കാറില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ ഒരുപാട് തുണിത്തരങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അവർ തേച്ചിട്ട് നമുക്ക് തിരികെ കൊണ്ടുവന്ന് തന്നെ ആ ഒരു ഇത്, അതൊക്കെ ഔട്ട് സോഴ്സ് ആണ്. നമ്മൾ വീട്ടിൽ നിന്നും കൊടുക്കാറുണ്ട് അങ്ങനെ. അയൺ ചെയ്യാനൊക്കെ ഒരുമിച്ച് അയൺ ചെയ്ത ഡ്രസ്സുകൾ നമ്മൾ കൊടുത്തിട്ട് അയൺ ചെയ്തിട്ട് ഒരു ഡ്രസ്സിന് ഇത്ര ഓരോ പ്രൈസ് ഉണ്ടാവുമല്ലോ അതിന്, അതൊക്കെ ഔട്ട് സോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഔട്ട് സോഴ്സ് പഠിക്കാനുണ്ട് കേട്ടോ, അടുത്തത് വരുന്നുണ്ട്. ഓക്കെ, then നോക്കാം. Machinized laundry services has been established the best method for washing linen. It is not only convenient but safer, dependable and cheaper when compared with other methods. അല്ലെ, അതായത് മെഷീനൈസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് ആണ് കൂടുതൽ ബെസ്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അല്ലെ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? മെഷീനൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻസിൽ അലക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് ആണോ? ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലെ. ചിലവർക്ക് തന്നെ കൈ കൊണ്ട് തന്നെ അലക്കുന്നതായിരിക്കും കംഫോർട്ട്, ചിലവർക്ക് മെഷീനിൽ നമ്മുടെ സിറ്റുവേഷൻ ആണ് അല്ലെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ്, അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഒന്നും അവർക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? മെഷീനൈസ്ഡ് ആണ് ഇല്ലേ? ആണോ? ആർക്കെങ്കിലും മെഷീൻ അല്ലാണ്ട് കംഫോർട്ട് ഉള്ളത് ഉണ്ടോ? മീൻസ് സ്വന്തമായിട്ട്, അതായത് വാഷിംഗ് മെഷീനിൽ അലക്കാതെ സ്വന്തമായിട്ട് അലക്കുന്നതാണ് കംഫോർട്ട് എന്നുള്ളവരുണ്ടോ? ഉണ്ട്, കുറച്ച് പേരുണ്ട് അല്ലെ. ആ, ഞാനുണ്ട്, അയനുണ്ട്. ഓക്കെ, പ്രിൻസി, ഓക്കെ, കുറച്ച് പേരുണ്ട് അല്ലെ. എങ്കിലും പിന്നെ നമ്മുടെ സമയവും സാഹചര്യവും അല്ലെ, ഓരോരുത്തർ വർക്കിംഗ് ആണ്, എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അതിനു വേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല അല്ലെ. ചില ഡ്രസ്സ് ചിലവര് ഹാൻഡ് വാഷ് ചെയ്യും, മീൻസ് നമ്മൾ തന്നെ സ്വയം നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ മെഷീനിൽ ഇടില്ല അല്ലെ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളാകുമ്പോൾ ഒത്തിരി ഉണ്ടാവുമല്ലോ, അത് കല്ലിട്ട് ഇലക്കാന്നൊക്കെ പറഞ്ഞിട്ട് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലെ. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിത്തരങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ഹാൻഡ് വാഷ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, കറകളൊക്കെ പോകാനും ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് മെഷീനറി ലോണ്ടറി സർവീസ് ആണ് കുറച്ചും കൂടി ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺവീനിയന്റ് ബട്ട് സേഫ് അല്ലെ. പക്ഷെ ഇത് എന്താണ്, മറ്റു രീതികൾ വെച്ച് നോക്കുമ്പോൾ സേഫ് ആണെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ തുണിത്തരങ്ങളാണ് പറയുന്നത്, അത് കുറച്ച് കട്ടിയുള്ളതൊക്കെയാണല്ലോ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് പിഴിഞ്ഞൊക്കെ വേണം നമുക്ക് ഉണക്കി എടുക്കണമെങ്കിൽ. നമ്മൾ ജസ്റ്റ് അത് പിഴിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ ഈ കർട്ടനുകളും സ്ക്രീനുകളും എല്ലാം അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലുകളായിരിക്കും. നോർമലി നമ്മളൊരു ഡ്രസ് ഇറക്കുന്ന പോലെയല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതലും അവര് ഈ വാഷിംഗ് മെഷീൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സേഫ് ആണ്, ഡിപ്പെൻഡബിൾ ആണ്, ചീപ്പർ വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്. വേറെ മെത്തേഡുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് ഈ മെഷീനൈസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി സർവീസസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ചിലർക്ക് തന്നെ കൈ അലക്കുന്നവർക്ക് ഇഷ്ടം അല്ലെ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസസിനെ ഹോസ്പിറ്റലാണ് നോക്കിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചിട്ട് വായിക്കാം കേട്ടോ. ഈ 4 പോയിന്റ്സുകളില്ലേ, ഇവിടെയും പോയിന്റ്സ് ഉണ്ട് കേട്ടോ. പ്ലാനിങ്ങിന്റെ പോയിന്റ്സുകളും നമ്മള് ഇമ്പോർട്ടൻസിന്റെ ഒരു 4 പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. പഠിക്കണം, മാർക്ക് ചെയ്യാം. ചിലവ് കുറഞ്ഞ ചീപ്പസ്റ്റ് റേറ്റില് ചിലവ് കുറഞ്ഞാണ് കേട്ടോ.
നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ വിട്ടു പോകും. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലേ ചിലപ്പോൾ എനിക്ക് എല്ലാ കമന്റും അത് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. എങ്കിലും ഞാൻ മാക്സിമം നോക്കിയിട്ട് ആൻസർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി രണ്ടാമതൊന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പൊ നേരത്തെ ഞാൻ കണ്ടില്ല, നമ്മൾ നോക്കുമ്പോ അത് പെട്ടെന്ന് എനിക്ക് ശ്രദ്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചില കമന്റ് ഒന്നും റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ഓക്കെ, എങ്കിലും മാക്സിമം തരാം, നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? Okay, next നോക്കാം കേട്ടോ. Why are administrators choosing to outsource? എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, പുറത്ത് മറ്റൊരു ഏജൻസിനെയോ ഔട്ട്സോഴ്സ് സർവീസസിന് നമ്മൾ ഈ സേവനങ്ങൾ ഏൽപ്പിക്കുന്നത്. നോക്കാം. Having a laundry department involves a lot of labor, advanced machineries, materials and cost. അല്ലെ, ഒരു എന്താണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? അല്ലെ, അവിടെ ഒത്തിരി ലേബേഴ്സ് ഉണ്ടാവാം, വർക്കേഴ്സ് ഉണ്ടാവാം, അഡ്വാൻസ്ഡ് മെഷീനറീസ്, ഒത്തിരി നൂതനമായിട്ടുള്ള മെഷീനുകൾ ഉണ്ടാവും, അലക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ സ്ക്യൂസർ അതുപോലത്തെയുള്ള മെഷീൻസുകൾ ഉണ്ടാകാം, മെറ്റീരിയൽസ് ഉണ്ട്, ദെൻ കോസ്റ്റ്, അതിനുള്ള ചിലവും ആവശ്യമാണ്. ദെൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹാവിംഗ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ്, എന്തൊക്കെയാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചൂടെ? ആണോ? നമ്മൾ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അതിൽ നിന്ന് ഏതാ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തേ. ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ്, കണ്ടോ, ലോട്ട് ഓഫ് ലേബർ, അഡ്വാൻസ്ഡ് മെഷീനറി, മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ അവിടെ നിന്ന്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെഡിക്കൽ ലിനൻസ്, PDF ലിനൻസ് എന്നാണോ? ഞാൻ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളുടെ കറക്റ്റ് ആണോ? മെഡിക്കൽ ലിനൻസ് എന്നാണോ ഇട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? IMENS എന്ന് തന്നെയാണോ? PDF എങ്ങനെയാണ്? ഇമെൻസ് എന്നാണോ? ഓക്കെ, അത് ലിനൻസ് എന്നാക്കാം കേട്ടോ. മെഡിക്കൽ ലിനൻസ് കറക്റ്റ് ചെയ്തേ. മെഡിക്കൽ ലിനൻസ്, ലിനൻസ് എന്നാക്കാം കേട്ടോ. മെഡിക്കൽ ലിനൻസ്. Medical linens are always exposed to infection and dangerous materials. അല്ലേ, exposed ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? Medical linens are always exposed എന്ന് വെച്ചാൽ എന്താണ്? Exposed to infection and dangerous materials. ഹോസ്പിറ്റലിലെ മെഡിക്കൽ തുണിത്തരങ്ങള് എപ്പോഴും എക്സ്പോസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിധേയമാണെന്ന്, അതായത് ഇൻഫെക്ഷനും ഡേഞ്ചറസ് മെറ്റീരിയലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന്. എപ്പോഴും ആ തുണിത്തരങ്ങളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, കെമിക്കൽസ്, ഇപ്പൊ ലബോറട്ടറിയിലെ ലാബ് കോട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. സോ ലിനൻസ് ഓൾവേസ് എക്സ്പോസ്ഡ് വിധേയമാവുക, അതായത് അതിൽ ഇൻഫെക്ഷൻസും അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസിനും ഉണ്ട് എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ഇഫ് അറിയാൻ പാടില്ലാത്ത വേർഡ്സുകൾ ഒന്ന് മലയാളത്തിൽ തന്നെ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നാളെ വായിക്കുമ്പോ അത് എന്താണെന്നുള്ള മീനിങ് വായിച്ചു പോകുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, if actual procedures are not followed, it would be have a major effect on quality of service provided. അപ്പോ if actual procedure are not, അല്ലെ, ശരിയായിട്ടുള്ള നടപടികൾ പാലിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു ഈ മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ നോർമല് ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് പോലെയാണോ
ഹോസ്പിറ്റലിൽ ലിനൻ വാഷ് ചെയ്യേണ്ടത്? ആണോ? എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്? നമ്മൾ വീട്ടില് തുണിത്തരങ്ങൾ അലക്കിയിട് നമ്മൾ ചിലപ്പോ എല്ലാവരുടെയും ഡ്രസ്സുകൾ കൂടി ഒരുമിച്ച് കുട്ടിക്കുശത്തിലിടും അലക്കാനായിട്ട്, ഇല്ലേ? നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്? സെക്യൂർഡ് ആയിട്ട് വേണമെന്ന്. ഇറ്റ് വുഡ് ഹാവ് എ മേജർ ഇഫക്ട് ഓൺ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡഡ്, അല്ലെ? അപ്പോൾ ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് ഗുണനിലവാരത്തിൽ വ്യത്യാസം വരുന്നു, അല്ലെ? അതായത് സോർട്ട് ചെയ്യണം, ഇൻഫെക്ഷൻ ഉള്ളത് മാറ്റി വെക്കുക, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം തുണിത്തരങ്ങള് വാഷ് ചെയ്യുവാൻ. ഇനി എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാൻ കേട്ടോ? അത് അണ്ടർലൈൻ ചെയ്യാം. ഞാൻ വായിക്കാം, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താണ് മീനിങ് പറയാം. When a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. Underline ചെയ്യാം. എന്താണ് ഔട്ട്സോഴ്സിംഗ്? വേണമെങ്കിൽ ഒന്ന് മുകളിലൊന്ന് എഴുതി വെക്കുക. വാട്ട് ഈസ് ഔട്ട്സോഴ്സിംഗ്? ഓക്കെ, എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, when a professional medical laundry services of an external agency is to handle hospital linen with a high level of care as per the specialized needs, അല്ലേ? when a professional medical laundry service, പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ അവര് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോണ്ടറി സർവീസസുകാരാണ്. അതായത് ഹോസ്പിറ്റലിലെ ഐറ്റംസുകൾ മാത്രം അവര് ലോണ്ടറി സർവീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ലോണ്ടറി സർവീസസിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി, അതായത് പുറമേയുള്ള ഒരു ഏജൻസിയാണ് അവര്. ഏജൻസി എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി? ഇപ്പൊ നമ്മൾ തേക്കുകാരൊക്കെ ഉണ്ടാവില്ലേ, തേക്കാനൊക്കെ നമ്മൾ കൊടുക്കില്ലേ, പുറമേ കൊണ്ട് ഡ്രസ് ഒക്കെ കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ലോണ്ടറി സർവീസസ് ആണ്. അവര് മെഡിക്കൽ ലോണ്ടറി പ്രൊഫഷണൽ ആണ്. ഒരു പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു ഫീൽഡാണ്, അതായത് മെഡിക്കൽ ലോണ്ടറി ഐറ്റംസ് മാത്രമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് പുറമേയുള്ള ഒരു ബാക്കി ഏജൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. ഹോസ്പിറ്റലുകളിലെ ലിനക്സ് തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു വിത്ത് എ ഹൈ ലെവൽ ഓഫ് കെയർ ആസ് പെർ ദി സ്പെഷ്യലൈസ്ഡ് നീഡ്സ്, അല്ലെ? അപ്പോ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പരിചരണത്തോടു കൂടി അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ്ഡ് ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവരെ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. പുറമേയുള്ള ഒരു ഏജൻസിയാണ്, അവര് പ്രൊഫഷണൽ മെഡിക്കൽ ലോണ്ടറി സർവീസസ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അവരതിൽ ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് പറയും, അല്ലേ? പറയില്ലേ? എപ്പോഴാണ് പ്രൊഫഷണൽ ആണെന്ന് പറയുന്നത്? ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ അവർ എക്സ്പേർട്ട് ആകുമ്പോഴാണ് നമ്മൾ അതിൽ പ്രൊഫഷണൽ ആണെന്ന് പറയും, ഇല്ലേ? പറയാറുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിൽ ചെയ്ത് നമുക്ക് അതിൽ പ്രാക്ടീസ് വരണം, അല്ലെ? അപ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിലൊരു പ്രൊഫഷണൽ ആയിട്ടുണ്ടെന്ന് പറയും, അല്ലെ? സോ ഈ മെഡിക്കൽ ലോണ്ടറി സർവീസ് പ്രൊഫഷണൽ ആയിട്ടുള്ള അവര് കാലാകാലങ്ങളായിട്ട് ചെയ്തു വന്നിരിക്കുന്ന ആളുകളാണ്, അല്ലെ? സോ അവര് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു ലിനൻസ്. ദെൻ അവര് ഏറ്റവും നല്ല ഒരു ഹൈ ലെവൽ കെയറോട് കൂടി നമ്മുടെ നീഡ്സുകൾക്ക് അനുസരിച്ചുകൊണ്ട് തുണിത്തരങ്ങൾ വൃത്തിയാക്കി നമുക്ക് നൽകുന്നു. തന്നെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി? എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന്? പുറമെ നമ്മൾ കൊടുക്കുകയാണ്, മറ്റൊരു ഏജൻസിക്കാരെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഇത്ര എമൗണ്ടിന്, അല്ലെങ്കിൽ അവർ ഇത്ര എമൗണ്ട് പറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പുറമെ നമ്മൾ ഏൽപ്പിക്കുകയാണ്, തുണിത്തരങ്ങൾ കൊടുക്കുകയാണ് ഹോസ്പിറ്റലിന്റെ. ഓക്കെ, then it's known as outsourcing. It depends on the practicability, size and economics of the hospital. അല്ലെ? ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കബിലിറ്റി മീൻസ് ഒരു പ്രായോഗികത. മീൻസ് പ്രായോഗികത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങള്. then size and economics of the hospital. ഹോസ്പിറ്റലിന്റെ സൈസും അതുപോലെ തന്നെ ഇക്കണോമിക്സ് സാമ്പത്തികമായിട്ടുള്ള വശങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഔട്ട്സോഴ്സിനെ ഏൽപ്പിക്കുന്നത്. While selecting a laundry services, administrative have to consider the following factors such as, അല്ലെ? അപ്പോ നമ്മൾ ഒരു ഔട്ട്സോഴ്സിനെ ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് ലോണ്ടറി സർവീസ്. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ലോണ്ടറിനെ സെലക്ട് ചെയ്യണേന്ന് അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. മാനദണ്ഡങ്ങളല്ല, ജസ്റ്റ് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. സർവീസ് ക്വാളിറ്റി, അവരുടെ നല്ല സർവീസ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കും ആദ്യം, അല്ലെ? then reputation of the service, പ്രശസ്തി ഉണ്ടോ, പേര് കേട്ടതാണോ? അവർക്ക് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ എന്താണ്, അല്ലെ? നമ്മൾ പേര് കേട്ടതാണോ, അംഗീകാരം ഉണ്ടോ, ഇത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ നോക്കും, അല്ലെ? then pricing, equipment used, അവിടെ ഉപയോഗിക്കുന്ന അവരുടെ എക്യുപ്മെന്റിന്റെ പ്രൈസസുകൾ, അല്ലെ? എങ്ങനെയാണ് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ, ആ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റല് ഒരു ഔട്ട്സോഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്.
ഓക്കെ, നമ്മൾ നോക്കില്ലേ, സ്വാഭാവികമല്ലേ, ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അവിടെ അത്യാവശ്യം നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഡ്രസ് മെറ്റീരിയൽ എടുത്തു, അപ്പൊ നിങ്ങൾ തയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ തയ്യൽ കടയിൽ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കും അല്ലെ, അവിടെ അത്യാവശ്യം തയ്ക്കുന്നതാണോ, അവിടെ ക്വാളിറ്റി ഉണ്ടോ അല്ലെ, നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ കൊടുക്കാറ് ആണോ? നമ്മളുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, തയ്ക്കാനും പറ്റും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, സർവീസ് ക്വാളിറ്റി ഉണ്ടോ, പേര് കേട്ടതാണോ, എക്യുപ്മെന്റുകളുടെ പ്രൈസും എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടി ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ആർ. ഇങ്ങനെ നമ്മൾ ഔട്ട്സോഴ്സിംഗ് സർവീസസിന് കൊടുക്കുമല്ലോ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ്? 3 അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ 3 പഠിച്ചാൽ മതി. 3 നോക്കി. മോർ കോസ്റ്റ് ഇഫക്റ്റീവ് സൊല്യൂഷൻ അല്ലെ, കുറഞ്ഞ എന്താണ്, കൂടുതൽ ചിലവ് കുറഞ്ഞൊരു പരിഹാരം. നമുക്ക് അധികം വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അവർ ടോട്ടൽ ഒരു എമൗണ്ട് ആയിരിക്കും പറയുന്നത്. ഇത്ര ക്ലോത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു എമൗണ്ട് അവർ കൃത്യമായിട്ടും പറയും. ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഔട്ട് ഫെസിലിറ്റീസ് അല്ലെ. ഇൻക്രീസ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ കാര്യക്ഷമതയും അതുപോലെ തന്നെ ഉത്പാദനക്ഷമതയും അതുപോലെ മറ്റു സൗകര്യങ്ങളും അല്ലെ, ഫെസിലിറ്റീസുകളും ഇൻക്രീസ് ചെയ്യുന്നത്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നമ്മൾ പരിചരണം കൊടുക്കുന്നതിന് ഒരു ഇംപ്രൂവ്ഡ്, കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പരിചരണം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പേഷ്യൻസിന് കൊടുത്തരങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ടും ഇതൊക്കെ കൊടുക്കുമ്പോൾ ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഗുണനിലവാരത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ അവർ കറക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ഹൈജീനിക് ആയിട്ടൊക്കെ തുണിത്തരങ്ങൾ നമുക്ക് അലക്കി വൃത്തിയാക്കി ഇങ്ങനെ പുറമെ ഔട്ട്സോഴ്സിന് കൊടുക്കുമ്പോൾ അത് വൃത്തിയിൽ നമുക്ക് ചെയ്തു തരുന്നു. ഓക്കെ, ഇത്രയും 3 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. 3 പോയിന്റ് ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഫാക്ടേഴ്സ് നമുക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 3 അഡ്വാൻറ്റേജസ് 3 പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മൂന്നാമത്തേടോ? ഓക്കെ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. നമ്മൾ നൽകുന്ന ക്വാളിറ്റിയെ മീൻസ് നമ്മളൊരു പരിചരണം, അതായത് നമ്മൾ തുണിത്തരങ്ങൾ ഇളക്കി കൊടുക്കൂലേ, അപ്പൊ അത് കുറച്ചും കൂടി ഹൈജീനിക്കും ഇതൊക്കെ ആയിരിക്കും. ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു, ക്വാളിറ്റി ഗുണനിലവാരത്തിന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്ന്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നവരും ഔട്ട്സോഴ്സിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, മതി, നിർത്തി. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് സെക്ഷൻ എടുത്തിട്ടുള്ളൂ. എന്ത് പറ്റി, ഫസ്റ്റ് പീരീഡ് തന്നെ ബോറിംഗ് ആയി തുടങ്ങിയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഫസ്റ്റ് അവറാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ ലോണ്ടറി സർവീസ്? മറ്റ് ചാപ്റ്ററുകളെ അപേക്ഷിച്ച് കുറച്ച് അത്ര ബുദ്ധിമുട്ടല്ലല്ലോ. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ, ബോറൊന്നുമില്ല, എങ്കിലും കുറച്ചെത്തിയപ്പോ ഞങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയി അല്ലെ. ഓക്കെ, കുഴപ്പമില്ല, അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോ പഠനം എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? നമുക്ക് എക്സാം ഒക്കെ ആകാറൊക്കെ ആയിട്ടുണ്ട്, ടൈമൊന്നും ആയിട്ടില്ല, എങ്കിലും പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കുക. വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോ ഓരോരുത്തർക്ക് സമയം കിട്ടുന്നത് പോലെ അല്ലെ, അപ്പോ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ സമയം കണ്ടെത്തി പഠിക്കാം. ഓക്കെ, ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിക്കാൻ വെച്ചിട്ട് എല്ലാം കൂടി എന്താ പറയാ, ഒരു കൂടിക്കൊണ്ടൊരവസ്ഥയായി പോകരുത്. കാരണം കുറച്ച് ചെറിയ വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ സമയം എടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തെന്ന് നോക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് വായിക്കുക നിങ്ങൾ കേട്ടോ, എടുത്തത്രയും വായിക്കുക, എങ്കിലും നമുക്ക് അടുത്ത കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you.